അടുത്തത് മെട്രിക്സ് ഫോം ഓഫ് ചെയിൻ റൂൾ ആണ്. ഇപ്പം ചെയിൻ റൂൾ ഓൾറെഡി കണ്ടായിരുന്നു. കോമ്പോസിഷൻ, രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എച്ച് ബാർ ഡാഷിൻ്റെ എച്ച് ബാറിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവിനെ എഫ് ബാറിൻ്റെയും ആ രണ്ട് ഫങ്ഷൻസിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ്സിൻ്റെ ടേംസിൽ എഴുതുന്നതായിരുന്നു ചെയിൻ റൂൾ. അതായത് ദ ചെയിൻ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എച്ച് ബാർ ഇസ് ഈക്വൽ ടു എഫ് ബാർ കോമ്പോസിഷൻ ജി ബാർ ആൻഡ് ബി ബാർ ഇസ് ഈക്വൽ ടു ജി ബാർ ഓഫ് എ ബാർ, ദെൻ എച്ച് ബാർ ഡാഷ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു എഫ് ബാർ ഡാഷ് ഓഫ് ബി ബാർ കോമ്പോസിഷൻ ജി ബാർ ഡാഷ് ഓഫ് എ ബാർ. ഇതായിരുന്നു ചെയിൻ റൂൾ നമ്മൾ പ്രൂവ് ചെയ്തത്. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇവിടെ നമുക്കറിയാം ദ മെട്രിക്സ് ഓഫ് എ കോമ്പോസിഷൻ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് മെട്രിക്സസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ എടുത്തപ്പോഴത്തേക്കും എസ് ബാർ കോമ്പോസിഷൻ ടി ബാറിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് എസ് ബാറിൻ്റെ മെട്രിക്സ് ഇൻറ്റു ടി ബാറിൻ്റെ മെട്രിക്സ് ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തായിരുന്നു. അത് ശരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റിസൾട്ട് നമ്മൾ ആദ്യം തന്നെ കാണിച്ചത്. അപ്പം വി നോ ദാറ്റ് ദ മെട്രിക്സ് ഓഫ് എ കോമ്പോസിഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് മെട്രിക്സസ്. ഇക്വേഷൻ 1 implies the following relation of Jacobian matrices. ഇവിടെ നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് എച്ച്, അതായത് എച്ച് ബാർ ഡാഷ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ബാർ ഡാഷ് ഓഫ് ബി ബാർ കോമ്പോസിഷൻ ജി ബാർ ഡാഷ് ഓഫ് എ ബാർ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മെട്രിക്സ് ഓഫ് ദിസ് ഇപ്പോൾ ടോട്ടൽ ഡെറിവേറ്റീവ് ആണ്. ഇത് മൂന്നും ടോട്ടൽ ഡെറിവേറ്റീവ്സാണ്. ടോട്ടൽ ഡെറിവേറ്റീവ്സ് ലീനിയർ ഫംഗ്ഷനാണ്. എച്ച് ബാർ ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എഫ് ബാർ ഡാഷ് ഓഫ് ബി ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതുപോലെ ജി ബാർ ഡാഷ് ഓഫ് എ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടും മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജക്കോബിൻ ടോട്ടൽ ഡെറിവേറ്റീവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ജക്കോബിൻ മെട്രിക്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എച്ച് ബാറിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജക്കോബിൻ മെട്രിക്സ് ഉണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജക്കോബിൻ മെട്രിക്സ് ഉണ്ട്, അതുപോലെ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ജക്കോബിൻ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കോമ്പോസിഷൻ ആയതുകൊണ്ട് റൈറ്റിലെ ജക്കോബിൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ കോമ്പോസിഷൻ്റെ ജക്കോബിൻ മെട്രിക്സ് എന്ന് പറയുന്നത് എഫ് ബാർ ഡാഷ് ഓഫ് ബി ബാറിൻ്റെ മെട്രിക്സ് ഇൻറ്റു ജി ബാർ ഡാഷ് ഓഫ് എ ബാറിൻ്റെ മെട്രിക്സാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡി ബാർ നമ്മൾ ജക്കോബിൻ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ എന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു ഡി ബാർ എഫ് ബാർ ഓഫ് ബി ബാർ ഇൻറ്റു ഡി ബാർ ജി ബാർ ഓഫ് എ ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ജക്കോബിൻ മെട്രിക്സ് ഓഫ് എച്ച് ബാർ ഇസ് ഈക്വൽ ടു ജക്കോബിൻ മെട്രിക്സ് ഓഫ് എഫ് ബാർ ഓഫ് ബി ബാർ ഇൻറ്റു ജക്കോബിൻ മെട്രിക്സ് ഓഫ് ജി ബാർ ഓഫ് എ ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ദ മെട്രിക്സ് ഫോം ഓഫ് ദി ചെയിൻ റൂൾ. ഇതാണ് മെട്രിക്സ് ഫോം ഓഫ് ദി ചെയിൻ റൂൾ. അപ്പോൾ നമ്മൾ ഇവിടെ മെട്രിക്സിൻ്റെ നൊട്ടേഷൻ ആക്ച്വൽ മെട്രിക്സ് എഴുതിയിട്ട് അത് നോക്കാൻ പോവാം. It can also be written as a set of scalar equations by expressing each matrix in terms of its entries. അപ്പം മെട്രിക്സ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ദിസ് ഇസ് കോൾഡ് മെട്രിക്സ് ഫോം ഓഫ് ചെയിൻ റൂൾ. അപ്പോൾ ഇവിടെ മെട്രിക്സ് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ അതിൻ്റെ അകത്ത് എൻട്രീസിനെ നമുക്ക് സ്കെയിലർ ഇക്വേഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇവിടെ നമ്മൾ എ ബാർ എന്ന് പറയുന്ന വെക്റ്റർ ആർ പിയിലെ വെക്റ്ററായിട്ട് എടുത്തു. അതുപോലെ ബി ബാർ എന്ന് പറയുന്ന ആരോ ജി ബാർ ഓഫ് എ ബാറാണ്. ഇത് നോക്കണ്ട, ഇതിനേക്കാളും എളുപ്പം നമ്മൾ ഇവിടെ നോക്കുന്നു. എഫ് ബാർ എന്ന് പറയുന്നത് നമ്മൾ ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു മാപ്പിംഗ് എടുത്തു. ജി ബാർ എന്ന് പറയുന്ന ലീനിയർ ഫംഗ്ഷൻ ഫ്രം ആർ പി ടു ആർ എൻ എടുത്തു. എച്ച് ബാർ കോമ്പോസിഷൻ ജി ബാർ എഫ് ബാർ കോമ്പോസിഷൻ ജി ബാർ ഇവിടെ നിന്ന് കൊണ്ടായിരിക്കും. എഫ് ബാർ കോമ്പോസിഷൻ ജി ബാർ ആർ പിയിൽ നിന്ന് ആർ എമ്മിലേക്കായിരിക്കും. ഇപ്പോൾ എച്ച് ബാർ ഇസ് ഈക്വൽ ടു എഫ് ബാർ കോമ്പോസിഷൻ ജി ബാർ എന്ന് പറയുന്നത് ആർ പി ടു ആർ എം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എ ബാർ എന്ന് പറയുന്നത് ജി ബാറിൻ്റെ ഡൊമൈനിലുള്ള വെക്ടറാണ്. അപ്പോൾ എ ബാർ ബിലോങ്സ് ടു ആർ പി ആണ്. ഇനി ബി ബാർ എന്ന് പറയുന്നത് ആരാ? ജി ബാർ ഓഫ് എ ബാർ. അപ്പോൾ ജി ബാർ ഓഫ് എ ബാർ ആയതുകൊണ്ട് ബിലോങ്സ് ടു ആർ എൻ ആണ്. അതുപോലെ എഫ് ബാർ ഓഫ് ബി ബാർ എന്ന് പറയുമ്പോൾ എഫ് ബാറിൻ്റെ കോഡൊമൈനിൽ നടക്കും. എഫ് ബാറിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആർ എം. അപ്പോൾ എഫ് ബാർ ഓഫ് ബി ബാർ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ എം എന്ന് കിട്ടും. അപ്പോൾ ഇത് ആദ്യം എടുത്താൽ മതി. ജി ബാർ എന്ന് പറയുന്നത് ആർ പിയിൽ നിന്ന് ആർ എമ്മിലേക്കും എഫ് ബാർ ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്കും എച്ച് ബാർ അപ്പം ഓട്ടോമാറ്റിക്കലി ആർ പിയിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ബാർ ബിലോങ്സ് ടു ആർ പി, ബി ബാർ ബിലോങ്സ് ടു ആർ എൻ ആൻഡ് എഫ് ബാർ ഓഫ് ബി ബാർ ബിലോങ്സ് ടു ആർ എം എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ എച്ച് ബാർ ഓഫ് എ ബാർ എവിടെ കിടക്കുന്നത്? എച്ച് ബാർ ഓഫ് എ ബാർ എന്ന് പറയുന്നത് ആർ എമ്മിലെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ എഴുതി. അപ്പോൾ ആ റിലേഷൻ ഒരു ഗ്രാഫ് പോലെ കാണിച്ചതേ ഉള്ളൂ. ആർ പിയിൽ നിന്ന് ആർ എന്നിലേക്കുള്ളത് ജി ബാർ ആണ്. ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ബാർ ആണ്. ആർ പിയിൽ നിന്ന് ആർ എമ്മിലേക്ക് എച്ച് ബാർ. ഇനി നമുക്ക് ജി ബാർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാം? ആർ എന്നിലേക്കാണ്. അപ്പോൾ ജി ബാറിനെ നമുക്ക് G1 G2 എക്സെട്ര GN എന്നുള്ള ഇൻറ്റിപ്പിളായിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ GIയും റിയൽ വാല്യൂ ഇടാം. അതുപോലെ എഫ് ബാർ എന്ന് പറയുന്നത്
ആർ എമ്മിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ നമുക്കൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് F1 F2 എക്സെട്ര എഫ് എമ്മിൻ്റെ എം ട്യൂപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ എഫ് ബാർ ഇസ് ഈക്വൽ ടു ഓർഡർ എം ട്യൂപ്പിൾ F1 F2 എക്സെട്ര എഫ് എം എന്ന് എഴുതാം. അതുപോലെ എച്ച് ബാർ എന്ന് പറയുന്നത് ആർ എമ്മിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എച്ച് ബാറിനെ നമുക്ക് H1 H2 എക്സെട്ര എച്ച് എം എന്നും എഴുതാൻ പറ്റും. ഇപ്പോൾ ജക്കോബിയൻ മെട്രിക്സസ് ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ ഇസ് ആൻ എം ബൈ പി മെട്രിക്സ്. അപ്പോൾ അറിയാം എച്ച് ബാർ എന്ന് പറയുന്നത് ആർ പിയിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അത് പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്ന ഒരു എം ബൈ പി മെട്രിക്സ് നമ്മൾ പറഞ്ഞിരുന്നു. കോഡൊമൈൻ്റെ ഇവിടുത്തെ ഈ വാല്യൂ ഇവിടുത്തെ ഡയമെൻഷൻ ബൈ ഇവിടുത്തെ ഡയമെൻഷനാണ് മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത്. ഇവിടെ ഡയമെൻഷൻ എം ആണ്, ഇവിടെ ഡയമെൻഷൻ പി ആണ്. അപ്പോൾ എം ബൈ പി മെട്രിക്സ് ആണ് എച്ച് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ജക്കോബിയൻ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ജക്കോബിയൻ മെട്രിക്സ് ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ ഇസ് ആൻ എം ബൈ പി മെട്രിക്സ്. പിന്നെ ഡി ബാർ എഫ് ബാർ ഓഫ് ബി ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ബൈ എൻ മെട്രിക്സ് ആയിരിക്കും. അതുപോലെ ഡി ബാർ ജി ബാർ ഓഫ് എ ബാർ എന്ന് പറയുന്നത് എൻ ബൈ പി മെട്രിക്സ് ആയിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ ഇസ് എൻ എം ബൈ പി മെട്രിക്സ്. ഡി ബാർ എഫ് ബാർ ഓഫ് ബി ബാർ ഇസ് എൻ എം ബൈ എൻ മെട്രിക്സ് ആൻഡ് ഡി ബാർ ജി ബാർ ഓഫ് എ ബാർ ഇസ് എൻ എൻ ബൈ പി മെട്രിക്സ്. ഇപ്പോൾ മെട്രിക്സസ് ആർ ഗിവൺ ബൈ ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു അതിൻ്റെ എൻട്രീനെ നമ്മൾ ഡി ജെ എച്ച് ഐ ഓഫ് എ ബാർ. ഇപ്പോൾ ജക്കോബിയൻ മെട്രിക്സാണ്. ജക്കോബിയൻ മെട്രിക്സ് ആകുമ്പോൾ ഓരോ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ അവിടുത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എച്ച് ഐകളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരിക്കും ഓരോ എൻട്രി എന്ന് പറയുന്നത്. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ശരിക്കും ഡെൽ H1 ആണ്, സെക്കൻഡ് റോ ഡെൽ H2 ആണ്, എക്സെട്ര. ഇവിടെ വരുമ്പോൾ mth റോ എന്ന് പറയുന്നത് ഡെൽ HM ആണ്. അപ്പോൾ നമ്മൾ ജനറലി അതിൻ്റെ എൻട്രീന് ijth എൻട്രി എന്ന് പറയുന്നത് ഏതാ വരിക? ഡി ജെ എച്ച് ഐ ഓഫ് എ ബാർ ആണ് ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാറിൻ്റെ ijth എൻട്രി ആയിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ ജക്കോബിയൻ മെട്രിക്സ് എഴുതിയപ്പോൾ പറഞ്ഞതാണ്. ijth എൻട്രി എന്ന് പറയുമ്പോൾ ഡി ജെ എച്ച് ഐ വരുമ്പോൾ ജെ ഐ അല്ല, ijth എൻട്രിയാണ്. അപ്പോൾ ijth എൻട്രീനെ നമുക്ക് ഡി ജെ എച്ച് ഐ ഓഫ് എ ബാർ എന്ന് എടുക്കാം. അപ്പോൾ ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാറിന് നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടുത്തെ ijth എൻട്രി എന്ന് പറയുന്നത് ഡി ജെ എച്ച് ഐ ഓഫ് എ ബാർ I varies from 1 to m and j varies from 1 to p. P നൊട്ടേഷൻ്റെ മീനിങ് I equal to 1, j equal to 1, മേളിൽ m, p എന്നാണ് കിടക്കുന്നത്. അപ്പോൾ m എന്ന് പറയുന്നത് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, p എന്ന് പറയുന്നത് jക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ I varies from 1 to m ആണ്, j varies from 1 to p ആണ്. അപ്പോൾ അതാണ് ഈ നൊട്ടേഷൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഡി ബാർ എഫ് ബാർ ഓഫ് ബി ബാറിൻ്റെ ഐക്കേത്ത് എൻട്രി ജനറലി നമ്മളിവിടെ ഐ ജെന്ന് എടുത്തുകൊണ്ട് ഇവിടെ ഐക്കേന്ന് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഐക്കേത്ത് എൻട്രീനെ നമ്മൾ ഡി കെ എഫ് ഐ ഓഫ് ബി ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം. അവിടെ ഐ വേരി ഫ്രം 1 to m ആണ്, കെ വേരീസ് ഫ്രം 1 to n ആണ്. അതുപോലെ ഡി ബാർ ജി ബാർ ഓഫ് എ ബാറിൻ്റെ കെ ജെത്ത് എൻട്രീനെ നമ്മൾ ഡി ജെ ജി കെ ഓഫ് എ ബാർ എന്ന് എടുത്തു. വേർ കെ വേരീസ് ഫ്രം 1 to n, ജെ വേരീസ് ഫ്രം 1 to p. ഇവിടെ നൊട്ടേഷൻസ് സിമ്പിൾസ് ചുമ്മാ മാറ്റി കൊടുത്തുവെന്നേ ഉള്ളൂ. ഐയും ജെയും കെയും ഒക്കെ വെച്ച് കൊടുത്തുവെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എഴുതിയപ്പോൾ എല്ലാം ഡി ജെ എച്ച് ഐ എന്നിരിക്കുക, ഡി ജെ എഫ് ഐ, ഡി ജെ ജി ഐ എന്നൊക്കെ ഇരിക്കാത്ത രീതിയിൽ മാറ്റി കൊടുത്തുവെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാറിന് അപ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എന്താണ്? H1ൻ്റെ ഗ്രേഡിയൻ വെക്ടർ, അതായത് D1 H1 ഓഫ് എ ബാർ, D2 H1 ഓഫ് എ ബാർ, എക്സെട്ര DP H1 ഓഫ് എ ബാർ. അത് ഇതൊരു എം ബൈ പി മെട്രിക്സാണ്. അതുപോലെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് H2ൻ്റെ ഗ്രേഡിയൻ വെക്ടറാണ്, അതായത് D1 H2 ഓഫ് എ ബാർ, D2 H2 ഓഫ് എ ബാർ, എക്സെട്ര DP H2 ഓഫ് എ ബാർ, എക്സെട്ര. mth റോ എന്ന് പറയുന്നത് HMൻ്റെ ഗ്രേഡിയൻ വെക്ടറാണ്, ദാറ്റ് ഈസ് D1 HM ഓഫ് എ ബാർ, D2 HM ഓഫ് എ ബാർ, എക്സെട്ര DP HM ഓഫ് എ ബാർ. സിമിലർലി ഡി ബാർ എഫ് ബാർ ഓഫ് ബി ബാർ എന്ന് പറയുന്നത് എന്ത് ഓർഡർ? എം ബൈ എൻ മെട്രിക്സ് ആണ്. അതിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് F1ൻ്റെ ഗ്രേഡിയൻ വെക്ടറാണ്, ദാറ്റ് ഈസ് D1 F1 ഓഫ് ബി ബാർ, D2 F1 ഓഫ് ബി ബാർ, എക്സെട്ര DN F1 ഓഫ് ബി ബാർ. സെക്കൻഡ് റോ എന്ന് പറയുന്നത് F2ൻ്റെ ഗ്രേഡിയൻ വെക്ടറാണ്, ദാറ്റ് ഈസ് D1 F2 ഓഫ് ബി ബാർ, D2 F2 ഓഫ് ബി ബാർ, എക്സെട്ര DN F2 ഓഫ് ബി ബാർ, എക്സെട്ര. mth റോ എന്ന് പറയുന്നത് FMൻ്റെ ഗ്രേഡിയൻ വെക്ടറാണ്, ദാറ്റ് ഈസ് D1 FM ഓഫ് ബി ബാർ, D2 FM ഓഫ് ബി ബാർ, എക്സെട്ര DN FM ഓഫ് ബി ബാർ. സിമിലർലി ഡി ബാർ ജി ബാർ ഓഫ് എ ബാർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം. ഫസ്റ്റ് റോ എന്ത് വരും? G1ൻ്റെ ഡി ബാർ ജി ബാർ ഓഫ് എ ബാറിൻ്റെ ഓർഡർ ഏതാ? N ബൈ പി ഓർഡറുള്ള മെട്രിക്സാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് G1ൻ്റെ ഗ്രേഡിയൻ വെക്ടറാണ്, ദാറ്റ് ഈസ് D1 G1 ഓഫ് എ ബാർ, D2 G1 ഓഫ് എ ബാർ, എക്സെട്ര DP G1 ഓഫ് എ ബാർ. സെക്കൻഡ് റോ എന്ന് പറയുന്നത് G2ൻ്റെ ഗ്രേഡിയൻ വെക്ടറാണ്, ദാറ്റ് ഈസ് D1 G2 ഓഫ് എ ബാർ, D2 G2 ഓഫ് എ ബാർ, എക്സെട്ര DP G2 ഓഫ് എ ബാർ, എക്സെട്ര. nth റോ എന്ന് പറയുമ്പോൾ GNൻ്റെ ഗ്രേഡിയൻ വെക്ടർ വരും, ദാറ്റ് ഈസ് D1 GN ഓഫ് എ ബാർ, D2 GN ഓഫ് എ ബാർ, എക്സെട്ര DP GN ഓഫ് എ ബാർ. ഇവിടെ ഡി ബാർ ജി ബാർ ഓഫ് എ ബാർ എടുത്തുകൊണ്ടാണ് അറ്റ് എ ബാർ നമ്മളെല്ലാം കണ്ടുപിടിച്ചിരുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം നമ്മൾ അറ്റ് എ ബാർ. അതുപോലെ ഇവിടെ ഡി ബാർ ഓഫ് ബി ബാർ എടുത്തുകൊണ്ടാണ് അറ്റ് ബി ബാർ ഇവിടെ എല്ലാം
കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ എടുത്തുകൊണ്ടാണ് അറ്റ് എ ബാർ നമ്മൾ ഓരോ എൻട്രിയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ എന്ന് പറയുന്നത് എന്താണ്? ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ എന്ന് പറയുന്നത് എച്ച് ബാർ ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ബാർ ഡാഷ് ഓഫ് എ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സാണ്, അതായത് ജക്കോബിയൻ മെട്രിക്സാണ്. അപ്പോൾ നമുക്കറിയാം എച്ച് ബാർ ഡാഷ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു എഫ് ബാർ ഡാഷ് ഓഫ് ബി ബാർ കോമ്പോസിഷൻ ജി ബാർ ഡാഷ് ഓഫ് എ ബാർ. അങ്ങനെയാണെങ്കിൽ ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ എന്ന് പറയുന്നത് ഡി ബാർ എഫ് ബാർ ഓഫ് ബി ബാർ ഇൻറ്റു ഡി ബാർ ജി ബാർ ഓഫ് എ ബാർ ആണെന്ന് നമുക്ക് അറിയാം. കാരണം കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷൻ്റെയും മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ്. രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഓരോ ഇതിൻ്റെ, അതായത് എഫ് ബാർ കോമ്പോസിഷൻ ജി ബാറിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ബാറിൻ്റെ മെട്രിക്സ് കോമ്പോസിഷൻ ജി ബാറിൻ്റെ മെട്രിക്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇത് നമ്മൾ പ്രൊഡക്റ്റ് ഫോമിൽ എഴുതുവാണ്. ദാറ്റ് ഈസ് ഡി ബാർ എച്ച് ബാർ ഓഫ് എ ബാർ നമ്മൾ എഴുതി, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് ഈക്വൽ ടു എന്ത് പറയാം? ഡി ബാർ എഫ് ബാർ ഓഫ് ബി ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഇൻറ്റു ഡി ബാർ ജി ബാർ ഓഫ് എ ബാർ. ആ രണ്ട് മെട്രിക്സും ആ മൂന്ന് മെട്രിക്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പ്രൊഡക്റ്റ് എടുത്തതേ ഉള്ളൂ ജസ്റ്റ്. ഇപ്പോൾ എന്താ വരും? ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ആ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വെക്ടർ എലമെൻ്റ് ആണ് ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത്. ആ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വെക്ടറാണ് ഇവിടെ, എലമെൻ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എന്താ വരിക? D1 F1 ഓഫ് എ ബാർ ഇൻറ്റു D1 G1 ഓഫ് ബി ബാർ പ്ലസ് D2 F1 ഓഫ് എ ബാർ ഇൻറ്റു D1 G2 ഓഫ് ബി ബാർ, ഇവിടെ ഇൻറ്റു ആണ്, പ്ലസ് എക്സെട്ര പ്ലസ് DN F1 ഓഫ് എ ബാർ ഇൻറ്റു D1 GN ഓഫ് ബി ബാർ. ഇവിടെ പ്ലസ് അല്ല, ഇത് ഇൻറ്റു ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് എൻട്രി ആണെങ്കിൽ എന്താ വരിക? അതായത് സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എൻട്രി ആണെങ്കിൽ ഫസ്റ്റ് റോ ഡോട്ട് പ്രൊഡക്റ്റ് ഇവിടുത്തെ സെക്കൻഡ് കോളം എടുക്കണം. അപ്പോൾ അവിടെ അങ്ങനെ വരുന്ന എലമെൻ്റ് ആയിരിക്കും ഇവിടെ വരിക, എക്സെട്ര. ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ഫസ്റ്റ് റോ കോമ്പോസിഷൻ ഡോട്ട് പ്രൊഡക്റ്റ് ഇവിടുത്തെ ലാസ്റ്റ് കോളം ആയിരിക്കും. അപ്പോൾ എന്താ വരിക? D1 F1 ഓഫ് എ ബാർ ഇൻറ്റു DP G1 ഓഫ് ബി ബാർ പ്ലസ് D2 F1 ഓഫ് എ ബാർ ഇൻറ്റു DP G2 ഓഫ് എ ബാർ എക്സെട്ര പ്ലസ് DN F1 ഓഫ് എ ബാർ ഇൻറ്റു DP GN ഓഫ് ബി ബാർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ സെക്കൻഡ് റോ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളം ആയിരിക്കും, നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഓരോ എൻട്രിയും കിട്ടും, എക്സെട്ര. ലാസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇവിടുത്തെ ലാസ്റ്റ് കോളം ഡോട്ട് പ്രൊഡക്റ്റ് ഇവിടുത്തെ ഇവിടുത്തെ ലാസ്റ്റ് റോ ഡോട്ട് പ്രൊഡക്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് കോളമാണ്. അപ്പോൾ D1 FM ഓഫ് എ ബാർ ഇൻറ്റു D1 G1 ഓഫ് ബി ബാർ പ്ലസ് D2 FM ഓഫ് എ ബാർ ഇൻറ്റു D1 G2 ഓഫ് ബി ബാർ പ്ലസ് എക്സെട്ര പ്ലസ് DN FM ഓഫ് എ ബാർ ഇൻറ്റു D1 GN ഓഫ് ബി ബാർ വരും, എക്സെട്ര. ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇവിടുത്തെ ലാസ്റ്റ് റോ ഡോട്ട് പ്രൊഡക്റ്റ് ഇവിടുത്തെ ലാസ്റ്റ് കോളം വരും. അതായത് D1 FM ഓഫ് എ ബാർ ഇൻറ്റു DP G1 ഓഫ് ബി ബാർ പ്ലസ് D2 FM ഓഫ് എ ബാർ ഇൻറ്റു DP G2 ഓഫ് ബി ബാർ പ്ലസ് എക്സെട്ര പ്ലസ് DN FM ഓഫ് എ ബാർ ഇൻറ്റു DP GN ഓഫ് ബി ബാർ. ഇതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് ഫസ്റ്റ് D ബാർ F ബാർ ഓഫ് എ ബാർ എന്ന് പറയുന്നത് M/N മെട്രിക്സ് ആണ്. D ബാർ G ബാർ ഓഫ് ബി ബാർ എന്ന് പറയുന്നത് N/P മെട്രിക്സ് ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ത് വരും? M/P വരും. അപ്പോൾ അതാണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ M/P ആണ്. The above matrix is equivalent to the MP scalar equations. അപ്പോൾ ഈ ഒരു മെട്രിക്സിന് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്കെയിലാർ ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരാം. അതൊന്നുമില്ല, ഇവിടുത്തെ ഫസ്റ്റ് എൻട്രി D1 H1 ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു ഈ ഒരു സംബന്ധം എഴുതും. D2 H2 ഓഫ് എ ബാർ എന്ന് പറയുന്നത് ഇവിടുത്തെ സെക്കൻഡ് എൻട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു സംഭവം കിട്ടും, ആ സംബന്ധം എഴുതും, എക്സെട്ര. ഇവിടുത്തെ DP HM ഓഫ് എ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ ലാസ്റ്റ് എൻട്രി എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ആ സ്കെയിലാർ ഇക്വേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ ഉള്ള ഓരോ എൻട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്കെയിലാർ ഇക്വേഷൻ കിട്ടും. ഇത് M/P മെട്രിക്സ് ആയതുകൊണ്ട് മൊത്തം എത്ര എൻട്രീസ് ഉണ്ട്? M/P എൻട്രീസ് ഉണ്ട്. അപ്പോൾ ആ M/P സ്കെയിലാർ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അതായത് ഒന്നുമില്ല, ഇവിടുത്തെ ഈ കറസ്പോണ്ടിങ് എൻട്രീസിനെ ഈ D ബാർ H ബാർ ഓഫ് എ ബാറിൻ്റെയും ഇപ്പോൾ കിട്ടിയ മെട്രിക്സിൻ്റെയും കറസ്പോണ്ടിങ് എൻട്രീസിനെ ഇക്വേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ആ MP സ്കെയിലാർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം DJ HIF എ ബാർ. ജനറൽ നോക്കിയാൽ മതി. D1 H1 ഓഫ് എ ബാർ നമുക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് D1 F1 ഓഫ് എ ബാർ പ്ലസ് എഫ് ബാർ ഇൻറ്റു D1 G ബാർ ഓഫ് ബി ബാർ പ്ലസ് D2 F1 ഓഫ് എ ബാർ ഇൻറ്റു D1 G2 ഓഫ് ബി ബാർ എക്സെട്ര പ്ലസ് DN F1 ഓഫ് എ ബാർ ഇൻറ്റു D1 GN ഓഫ് ബി ബാർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ജനറലി എഴുതുമ്പോൾ DJ HI ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ K ഇസ് ഈക്വൽ ടു 1 to N DK FI ഓഫ് ബി ബാർ ഇൻറ്റു DJ GK ഓഫ് എ ബാർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വേറെ I ഇസ് ഈക്വൽ ടു 1 to എക്സെട്ര M ആൻഡ്
ജെ ഈസ് ഈക്വൽ ടു 1 ടു എക്സെട്ര പി. അപ്പോൾ ഇതാ എൻട്രീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പമാണ്, ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ മെട്രിക്സിൻ്റെയും ആ കറസ്പോണ്ടിങ് എൻട്രീസ് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ജനറലി എഴുതുമ്പോൾ ഡി ജെ എച്ച് ഐ ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n ഡി കെ എഫ് ഐ ഓഫ് ബി ബാർ ഇൻറ്റു ഡി ജെ ജി കെ ഓഫ് എ ബാർ എന്ന് പറയാൻ പറ്റും. where I is equal to 1 to etc. m and j equal to 1 to etc. p. These equations express the partial derivatives of the components of h bar in terms of partial derivatives of the components of f bar and g bar. ഒന്നുമില്ല, ക്ലിയർ ആണ്. എച്ച് ബാറിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ കമ്പോണൻസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ നമ്മൾ എഫ് ബാറിൻ്റെയും ജി ബാറിൻ്റെയും കമ്പോണൻസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. ദ ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ എ ഫോം ദാറ്റ് ഈസ് ഈസിയർ ടു റിമെമ്പർ. അത് വലിയ കാര്യമൊന്നുമില്ല, അതിനേക്കാളും എളുപ്പം മെട്രിക്സ് ഒക്കെ വെച്ച് വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. വൈ ബാർ ആയിട്ട് നമ്മൾ എഫ് ബാർ ഓഫ് എക്സ് ബാർ എടുത്തു, എക്സ് ബാർ ആയിട്ട് ജി ബാർ ഓഫ് ടി ബാർ, നൊട്ടേഷൻ ജസ്റ്റ് മാറ്റി കൊടുത്തു എന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വൈ ബാർ ആയിട്ട് എഫ് ബാർ ഓഫ് എക്സ് ബാറും എക്സ് ബാർ ആയിട്ട് ജി ബാർ ഓഫ് ടി ബാർ എടുക്കുക. ഇങ്ങനെയാണെങ്കിൽ വൈ ബാർ എന്ന് പറയുന്നത് ആരാ? എഫ് ബാർ ഓഫ് എക്സ് ബാറാണ്. ഇവിടുത്തെ എക്സ് ബാർ എന്ന് പറയുന്നത് ജി ബാർ ഓഫ് ടി ബാർ ആണ്. അപ്പോൾ നമുക്ക് വൈ ബാർ ഈക്വൽ ടു എഫ് ബാർ ഓഫ് ജി ബാർ ഓഫ് ടി ബാർ എന്ന് കിട്ടും. അപ്പോൾ വൈ ബാർ എന്ന് പറയുന്നത് ആരാകും? എച്ച് ബാർ ഓഫ് ടി ബാർ ആകും. ഇവിടെ എ ബാറിന് പകരം നമ്മൾ ടി ബാറും ബി ബാറിന് പകരം നമ്മൾ എക്സ് ബാറും ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ആ നൊട്ടേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു നൊട്ടേഷന് നമുക്ക് ഡി ജെ എച്ച് ഐ ഓഫ് എ ബാർ അല്ലേ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ith എൻട്രിയുടെ വിത്ത് റെസ്പെക്ട് ടു jth വേരിയബിൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡി ജെ എച്ച് ഐക്ക് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡോ ബൈ ഡോ എക്സ് എന്നുള്ള ആ നൊട്ടേഷൻ പോലുള്ള നൊട്ടേഷൻ യൂസ് ചെയ്തെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ith കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു jth വേരിയബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ith കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു jth വേരിയബിൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തേക്കുക. അതായത് ഡോ വൈ ഐ ബൈ ഡോ ടി ജെ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n. അതുപോലെ തന്നെ ഡോ വൈ ഐ ബൈ ഡോ എക്സ് കെ ഇൻറ്റു ഡോ എക്സ് കെ ബൈ ഡോ ടി ജെ, വേറെ ഡോ വൈ ഐ ബൈ ഡോ ടി ജെ എന്ന് പറയുന്നത് ഡി ജെ എച്ച് ഐ ആണ്. ഡോ വൈ ഐ ബൈ ഡോ എക്സ് കെ എന്ന് പറയുന്നത് ഡി കെ എഫ് ഐ ആണ്. അതുപോലെ ഡോ എക്സ് കെ ബൈ ഡോ ടി ജെ എന്ന് പറയുന്നത് ഡി ജെ ജി കെ വരും. അപ്പോൾ അത് ചുമ്മാ ജസ്റ്റ് ആ ഒരു രീതിയിൽ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മെട്രിക്സ് ഫോം ഓഫ് ചെയിൻ റൂൾ.